സുഹൃത്തുക്കളെ, മനുഷ്യത്വ മനസാക്ഷി എന്നൊക്കെ പറയുന്നത് തീർത്തും വറ്റിപ്പോയ ഒരു സമൂഹത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന, കേട്ടാൽ അറപ്പ് തോന്നിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ കണ്ടത്. കൊല്ലം ജില്ലയിലാണ് സംഭവം. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ. അവിടെ നിന്ന് ഉള്ള ഈ വാർത്ത കേട്ടാൽ ഏതൊരു മനുഷ്യനും വല്ലാതങ്ങ് ആയിപ്പോവും. സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്ട്രോക്ക് വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരമ്മ, കിടപ്പിലായ ഒരമ്മയാണ്. അവരെയാണ് കുപ്രസിദ്ധ കുറ്റവാളിയായ രാജു എന്നൊരു മൃഗം അതിക്രൂരമായി ഉപദ്രവിച്ചത്. കിടപ്പിലായ അമ്മയുടെ ഡയപ്പറും യൂറിൻ ട്യൂബും ഒക്കെ വലിച്ചു പൊട്ടിച്ച് അയാൾ അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആ പാവം പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചപ്പോൾ അയാൾ ചെയ്തത് എന്താണെന്നറിയാവോ? അവരെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദിക്കുക മാത്രമല്ല, വിസർജ്യം എടുത്ത് അമ്മയുടെ മുഖത്ത് തേച്ചു. എന്ത് വികാരത്തോടെയാണ് ഇത്തരക്കാരെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കുക? ഒരു പാവം വൃദ്ധയോട്, അതും നോക്കാൻ പോലും ആളില്ലാത്ത കിടപ്പിലായ ഒരു സ്ത്രീയോട് ഇത്തരം നിന്ദ്യവും മൃഗീയവുമായ പ്രവൃത്തി ചെയ്യാൻ ഇയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇങ്ങനെയുള്ള ക്രൂരന്മാർ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സ്വതന്ത്രരായി നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെ എത്ര ഭയപ്പെടുത്തുന്ന കാര്യമാണെന്ന് ചിന്തിച്ചു നോക്കണം. സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ കുണ്ടറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അഭിനന്ദനാർഹമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇത് തീരുന്നില്ല. ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നമ്മുടെ നിയമ സംവിധാനം നൽകണം. നാളെ മറ്റൊരു വയോധികയ്ക്കോ സ്ത്രീക്കോ നേരെ ഇങ്ങനെ ചെയ്യാൻ ഇത്തരക്കാർക്ക് പേടി തോന്നണം. നമ്മുടെ നാട്ടിലെ കിടപ്പ് രോഗികളായ വയോധികരുടെ സുരക്ഷ നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതുണ്ട്. ചുറ്റുവട്ടത്ത് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ണു തുറന്ന് കാണണം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൂരന്മാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കിയേ മതിയാവൂ.